ഇത് കഴുത്തിന് പിടിക്കുന്ന സമയത്ത് സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിൽ നമുക്ക് സാധാരണ ആളുകൾക്ക് ഇപ്പം നമ്മൾ പിടിക്കും റൈറ്റ്. അപ്പോൾ സാധാരണ ഇതിൽ ആളുകൾ സെൽഫ് ഡിഫെൻസിൽ പറയുന്നത് മാർഷൽ ആർട്സ് അറിഞ്ഞവർക്കും പഠിച്ചവർക്കും കൈക്ക് പവറുള്ളവർക്കും മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അവരെങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതെങ്ങനെ പിടിക്കും എന്നുള്ളതാണ്. ടൈറ്റ് ഉണ്ടാവും. ഇന്ന് കാണിച്ചപ്പോൾ കൈത്തിന് നെക്കിന് കുത്താറിനവൻ നെക്കൊന്നും കിട്ടില്ല കിട്ടാൻ. അപ്പോൾ ടൈറ്റ് ടൈറ്റ് അല്ലേ. ഇവിടെ ഈ ഭാര്യൻ്റെ സൈഡിൽ ഇതിൻ്റെ അവിടെ ഓക്കെ. ഞാൻ കാണിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൈ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഫിംഗർ നോക്കുക. ഇപ്പോൾ ഫിംഗർ പവറുള്ളവർ ഇപ്പോൾ മാർഷൽ ആർട്സ് ഒക്കെ ട്രെയിൻ ചെയ്യുന്ന ഫിംഗർ നല്ല പവറായിരിക്കും. അതായത് എങ്ങനെയാലും നമുക്ക് കുത്തി ഇപ്പോൾ ഇതിനോട് കുത്തിയിട്ട് പരിക്കേൽപ്പിക്കാൻ പറ്റും. പക്ഷേ സാധാരണ ഞങ്ങൾ കൈക്ക് ഉറപ്പുണ്ടാവില്ല. ഒരു നോർമലായിട്ടുള്ള ആളായിരിക്കും. അവരെന്തും ചെയ്യേണ്ട കൈ ഇങ്ങനെ മടക്കി പിടിക്കുക. ഒന്ന് മടക്കി പിടിച്ചിട്ട് ഈ റിസ്റ്റിൻ്റെ ഭാഗം ഇതുകൊണ്ട് അടിക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ശക്തമായിട്ട് കുത്തല്ലാരും കഴിയുമല്ലോ. പഞ്ച് നിറങ്ങൾ കുത്തി ഈ സൈഡ് കൊണ്ട് ഇങ്ങനെ അടിക്കുക. ഈ വാര്യൻ്റെ ഭാഗത്തേക്ക് ശക്തമായിട്ട് പെട്ടെന്ന് ഷോക്ക് കിട്ടുമ്പോൾ അവൻ്റെ കൈ വിടേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതന്നെ ഉള്ളൂ. പ്രത്യേക സിമ്പിളാണ് പരിപാടി. അപ്പോൾ ഇത് പവറുള്ളവർ കൂടുതലായിട്ട് ചെയ്യും. ഇത് ചെയ്യുക, വിടണ്ട. ഇവിടെ ഇങ്ങനെ കൈ കൊണ്ട് വിടേണ്ടി വരും. ഇതിങ്ങനെ വിട്ടുപോകും. ഇതാണ് ഇതിൻ്റെ ടെക്നോളജി. വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നതാണ്. സാധാരണ ഏതൊരു മനുഷ്യനും കൈക്ക് പവറില്ലാത്തവർക്കൊക്കെ ചെയ്യാവുന്ന എത്ര തടിയില്ല. അപ്പം ഇവനൊക്കെ 125 കിലോ തൂക്കമുള്ള ഒരാളാണ്. ഇവനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിടിക്കാൻ കഴിയില്ല അല്ലേ. അതിന് ഇതന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.